നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളിൽ ഒന്നാണ് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ. അതിൽ അധ്യാപകർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിനിരയാകുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലായി തുടർച്ചയായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തകളാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ തലശ്ശേരിയിലെ BEMS-HSSലെ അധ്യാപികയായ വൈസിനി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ വിദ്യാർത്ഥിയിൽ നിന്നും മർദ്ദനമേറ്റിരുന്നു. ജിയോഗ്രഫി അധ്യാപികയാണ് വൈസിനി. +1 ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം +2 പഠിക്കുന്ന വിദ്യാർത്ഥി ക്ലാസ്സിൽ അതിക്രമിച്ച് കയറി ടീച്ചറെ മർദ്ദിക്കുകയായിരുന്നു. മറ്റൊരു കുട്ടിയെ മർദ്ദിക്കാനായി കയറിയപ്പോൾ ടീച്ചർ ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിരുന്നു. അതിനിടയിൽ അറിയാതെ സംഭവിച്ചതാണെന്നാണ് കുട്ടിയുടെ വിശദീകരണം. +1 ക്ലാസ്സിലെ കുട്ടി ഷർട്ടിൻ്റെ ബട്ടൺ ഇടാത്തതാണ് കാരണം. ഇതാണ് പ്രകോപനത്തിന് പിന്നിലുള്ള കാരണമെന്നും വാർത്തകളുണ്ട്. അടിയേറ്റ അധ്യാപികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്കൂളിലെ പ്രിൻസിപ്പൽ പ്രശ്നക്കാരനായ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാർത്തയ്ക്ക് തൊട്ട് പിന്നാലെ വന്ന മറ്റൊരു വാർത്തയാണ് പത്തനംതിട്ടയിലെ മലയാലപ്പുഴയിലെ സ്കൂളിൽ പ്രധാന അധ്യാപികയെ PTA മീറ്റിങ്ങിനിടയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥി സ്കൂളിനുള്ളിൽ കടന്നു കയറി ആക്രമിച്ചു എന്നത്. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ടീച്ചറിൻ്റെ കണ്ണടിച്ചു പൊട്ടിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കാരണം വിദ്യാർത്ഥിയുടെ ആക്രമണത്തിൽ ടീച്ചറുടെ കണ്ണിന് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. KHM LPSലെ പ്രധാന അധ്യാപികയാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. മുൻ വിദ്യാർത്ഥിയായിരുന്നു വിഷ്ണു നായർ എന്ന യുവാവ്. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിഷ്ണു സ്കൂൾ പരിസരത്തെത്തിയ സമയം മുതൽ തന്നെ ആ ഭാഗത്തൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്യാനെത്തിയ പ്രധാന അധ്യാപികയുടെ ഭർത്താവിനെ ആദ്യം ഇയാൾ ആക്രമിച്ചിട്ടാണ് പ്രധാന അധ്യാപികയുടെ അടുത്തേക്ക് എത്തുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിലും വിദ്യാർത്ഥിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് അധ്യാപിക ചികിത്സയിലാണ്. പ്രദേശവാസിയായ സ്കൂളിലെ മുൻ വിദ്യാർത്ഥി കൂടിയായിരുന്ന വിഷ്ണു നായർ എന്ന യുവാവ് സ്കൂളിലെ PTA മീറ്റിംഗ് അവസാനിക്കാറായപ്പോൾ പ്രധാന അധ്യാപികയായ ഗീതാരാജൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അതിക്രമിച്ചെത്തുകയായിരുന്നു. അധ്യാപികയെ കടന്ന് ആക്രമിക്കുകയും എൻ്റെ ജീവിതം നശിപ്പിച്ച നിന്നെ ഇവിടെ ഇനി വാഴാൻ ഞാൻ അനുവദിക്കില്ല എന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് വിഷ്ണു ടീച്ചറിനെ ആക്രമണത്തിനിരയാക്കിയത്. എന്തായാലും ടീച്ചർക്ക് കണ്ണിന് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ടീച്ചർ ചികിത്സയിലുമാണ്. അതുപോലെ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിനിരയായ ടീച്ചർമാരുടെ വാർത്തകൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയതായി വരുന്നത് തിരുവനന്തപുരം ചെമ്പഴന്തി കോളേജിൽ നിന്നുള്ള വാർത്തയാണ്. ചെമ്പഴന്തി SN കോളേജിൽ 4 വിദ്യാർത്ഥികൾ ചേർന്ന അധ്യാപകനെ ആക്രമിച്ചു എന്ന വാർത്ത ഏറ്റവും പുതിയതായി പുറത്തു വരുന്നു. ഒരു ബൈക്കിൽ 4 പേർ ഒരുമിച്ച് സഞ്ചരിച്ചത് എന്തിന് എന്ന് ചോദ്യം ചെയ്ത അധ്യാപകനെയാണ് 4 വിദ്യാർത്ഥികൾ കൂടി മർദ്ദിച്ചത്. കെമിസ്ട്രി വിഭാഗം അധ്യാപകൻ R ബിജുവിനെയാണ് വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. ചെമ്പഴന്തി കോളേജിൽ തന്നെ മാത്സ് വിഭാഗത്തിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഒരൊറ്റ ബൈക്കിൽ ക്യാമ്പസിനുള്ളിലൂടെ യാത്ര ചെയ്യുന്നത് കണ്ട ഡോക്ടർ ബിജു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അപകടകരമായ രീതിയിലല്ലേ നിങ്ങൾ ബൈക്ക് ഓടിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നും അവരെ അറിയിച്ചു. എന്നാൽ അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞത് തീരെ ഇഷ്ടപ്പെടാത്ത വിദ്യാർത്ഥികൾ അധ്യാപകൻ്റെ കാർ വളയുകയും കാറിൽ ആഞ്ഞടിക്കുകയും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഒക്കെയായിരുന്നു. പുറത്തിറങ്ങിയ അധ്യാപകനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. എന്തായാലും അധ്യാപകൻ പ്രിൻസിപ്പലിന് നേരിട്ട് പരാതി നൽകി തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണെന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. ഇതിൽ നിന്നൊക്കെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? പണ്ടൊക്കെ ദൈവത്തിന് തുല്യം കണ്ടിരുന്ന അധ്യാപകരെ ഇപ്പോൾ ശത്രുപക്ഷത്ത് നിർത്തിയാണോ വിദ്യാർത്ഥികൾ കാണുന്നത്? അതോ നേരത്തെയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇത് അന്ന് ചെയ്താലും ഇന്ന് ചെയ്താലും തെറ്റ് തന്നെയാണ്. അധ്യാപകർക്കും തെറ്റ് പറ്റാം. പക്ഷേ അത് വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യേണ്ട രീതി തികച്ചും ഇങ്ങനെ ആകരുത് എന്നുള്ളത് മാത്രം നാം ഓർക്കുക. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ.